ആയിരിക്കും. ഇതേ തെളിവുകൾ എപ്പോഴും കൺഫ്യൂസിംഗ് ആയിട്ട് വന്നിട്ടുണ്ട്. കൺഫ്യൂസിംഗ് ആയിട്ട് വരുന്ന സാഹചര്യങ്ങളുണ്ട്. അതായത് ഇപ്പം തൂങ്ങി മരിക്കുമ്പോൾ സാധാരണഗതിയിൽ ഒബ്ലീക്കാണ്, മുകളിലാണെന്ന്. ഇപ്പം തൂങ്ങി മരിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും മുഴുവനായിട്ട് തൂങ്ങിയാലേ മരണം സംഭവിക്കും. അങ്ങനെയില്ല. നമ്മുടെ ഈ കഴുത്തിലെ ആ ലഗേച്ചറിലൊരു പ്രഷർ ഒരു 2 കിലോഗ്രാം 2 to 3 kg ആണെങ്കിൽ തന്നെ നമ്മുടെ കഴുത്തിലെ രക്തക്കൊഴലുകൾ ഒബ്സ്ട്രക്ട് ചെയ്തിട്ട്, ജുഗുലാർ വെയിൻസ് എന്ന് പറയും, വെയിൻസ് ഒബ്സ്ട്രക്ട് ചെയ്തിട്ട് മരണം സംഭവിക്കാം. നമ്മുടെ തലയ്ക്ക് തന്നെ ഒരു 2.5-3 കിലോ വെയിറ്റ് ഉണ്ട്. അപ്പോൾ പൂർണ്ണമായും തൂങ്ങണമെന്നില്ല. അപ്പം കാല് നിലത്ത് തട്ടിയെന്നോ ഈവൻ ഈ കിടക്കുന്ന പോലെ ആണെങ്കിൽ പോലും ചിലർ ജനലി തൂങ്ങി മരിച്ചു. അപ്പം നാട്ടുകാർക്ക് മുഴുവൻ സംശയമായിരിക്കും, കാരണം ഇങ്ങനെ മരിക്കുമോ, തൂങ്ങി നിന്നില്ലല്ലോ മുഴുവനായിട്ട്. എന്നാൽ പോലും ഒരു കിടക്കുന്ന കണക്ക് തല മാത്രം പൊങ്ങി ഇരുന്നാൽ പോലും ഈ 2.5-3 കിലോ പ്രഷർ നമ്മുടെ ഈ കഴുത്തിലെ ഇതിൽ വരും, അങ്ങനെ മരണം സംഭവിക്കും. അങ്ങനത്തെ കേസുകളിൽ, അതായത് പാർഷ്യൽ ഹാങ്ങിങ് എന്നാണ് അതിന് പറയുന്നത്. മുഴുവനായിട്ട് തൂങ്ങി നിൽക്കുന്നതിന് കംപ്ലീറ്റ് ഹാങ്ങിങ് എന്നും, ഈ പകുതി ഈ എവിടെയെങ്കിലും ഒക്കെ തട്ടി നിൽക്കുന്നതിന് പാർഷ്യൽ ഹാങ്ങിങ് എന്ന് പറയും. ഈ പാർഷ്യൽ ഹാങ്ങിങ്ങിൽ കാലൊക്കെ തട്ടി നിന്നാലും മരണം സംഭവിക്കും. അങ്ങനത്തെ സാഹചര്യങ്ങളിൽ ഈ അബ്രേഷൻ, ഈ മുറിവ്, അതായത് ഈ പാട് കാണുന്നത് കുറച്ചുകൂടെ താഴെയായിരിക്കും, കംപ്ലീറ്റ് ആയിട്ടായിരിക്കും, ഹൊറിസോണ്ടലായിട്ടും കാണാനുള്ള സാധ്യതയുണ്ട്. ഇനി ഇതുപോലെ തന്നെ ഇത് ഹാങ്ങിങ്, സ്ട്രാങ്കുലേഷനും മിമിക്ക്. ഇതുപോലെ തന്നെ കസേരയിൽ ഇരിക്കുന്ന ഒരാൾ പെട്ടെന്ന് അയാളെ പുറകിലൂടെ വന്ന് ഒരു കയറിട്ട് കെട്ടിപ്പൊക്കുകയാണെങ്കിൽ സ്ട്രാങ്കുലേഷനാണ്, പക്ഷെ മാർക്ക് ഹാങ്ങിങ്ങിൻ്റെ പോലെ സിമിലർ ആയിരിക്കും.